അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട എൻ്റെ സ്നേഹനിധികളായ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും സ്വീകരിക്കട്ടെ. അല്ലാഹു നമുക്കെല്ലാവർക്കും നാഫിയായ ഇൽമ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മൾ പഠിച്ചതായ എല്ലാ അറിവുകളും മറ്റുള്ളവർക്ക് പകരാനും മറ്റുള്ളവർക്ക് പകർത്തി കൊടുക്കാനും നുകരാനുമുള്ള തൗഫീക്ക് നമുക്കെല്ലാം അനുഗ്രഹിക്കട്ടെ. ദീനിയായ പാതയിലൂടെ സഞ്ചരിച്ച് മുന്നേറാനുള്ള തൗഫീക്ക് അല്ലാഹു നമുക്കേവർക്കും അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, ഞാൻ കുറച്ചു മുമ്പ് ഉറുദു ക്ലാസ്സുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ചില സാങ്കേതിക കാരണത്താൽ എനിക്ക് ആ ഒരു ഉറുദു ക്ലാസ് ആരംഭിക്കാൻ പറ്റിയിട്ടില്ല. ഉറുദു ലാംഗ്വേജിനെ പറ്റി ഒരുപാട് മഹത്വങ്ങളും അതിൻ്റെ പവിത്രതകളും ഒക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് അതൊക്കെ യൂട്യൂബ് ചാനലുകളിലൂടെ അടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നതാണ്. ഉറുദു ഒരു ഭാഷയാണ്, അഥവാ ഉറുദു നിർമ്മിതമാണ്. അതായത് ഹിന്ദി, അറബി, ഫാരിസി ഈ 3 ഭാഷകളിൽ നിന്നും പിടിച്ചെടുക്കപ്പെട്ട ഒരു ഭാഷയാണ് ഉറുദു ഭാഷ. അപ്പൊ ആയതിനാൽ തന്നെ നമുക്ക് ഉറുദു പഠിക്കൽ കൊണ്ട് ഒരുപാട് നേട്ടങ്ങളുണ്ട്. ഉറുദു എന്ന ഭാഷ എന്നത് നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു ഭാഷയാണ്. അഥവാ അതിൻ്റെ ലിപികൾ, അതെല്ലാം, അതിൻ്റെ എഴുത്ത്, അതിൻ്റെ അക്ഷരങ്ങൾ, അതെല്ലാം അറബി വാക്യത്തിലൂടെയാണ്. അഥവാ അതിൻ്റെ എഴുത്ത് അറബിയിലൂടെയാണ്. അറബി എഴുതുന്നത് പോലെ തന്നെയാണ് എഴുതുക. ചെറിയൊരു മാറ്റം എന്തെന്ന് വെച്ചാൽ അത് ചെരിച്ചിട്ടായിരിക്കും എഴുതുക. അറബി നമ്മൾ നേരെയാണല്ലോ എഴുതുക, വലത്തെ ഭാഗത്ത് നിന്ന് തുടങ്ങും. ഉറുദു എന്നുള്ളത് വലത്തെ ഭാഗത്ത് നിന്ന് തുടങ്ങുമെങ്കിൽ പോലും അത് ചെറിയൊരു ചെരിവുണ്ടാവും. അതാണ് അതിൻ്റെ രണ്ടിൻ്റെയും പ്രത്യേകത. ഫാരിസിയും അത് ഉറുദുവിനോട് സാമീപ്യമായിട്ട് തന്നെയാണ്. പക്ഷെ ഫാരിസി അത് വേറൊരു ഭാഷയാണ്, അത് വേറൊരു കോഴ്സാണ്. കേട്ടിട്ടില്ലേ? സൽമാനുൽ ഫാരിസി, മഹാനായ വെളുവെളുത്ത സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു എന്നൊക്കെയുള്ള ചരിത്രങ്ങളൊക്കെ കേട്ടിട്ടുണ്ടോ? അതിൽ ഫാരിസി എന്നുണ്ടല്ലോ, അത് ഫാരിസി ഭാഷയാണ്. ഫാരിസി ഒരു ഭാഷയാണ്. ഇതിനെപ്പറ്റി നമ്മൾ ചുരുക്കി പറയുകയാണെങ്കിൽ തുർക്കി, പേർഷ്യൻ ഭാഷകളുമായി വന്ന മുസ്ലിം ചക്രവർത്തിമാർ അവരുടെ ഭരണ നിർവഹണത്തിന് പ്രാദേശിക ഭാഷകൾ പഠിക്കാൻ നിർബന്ധിതരായി. ഇന്നൊക്കെ കേരളക്കരയിൽ തന്നെ നമുക്കൊക്കെ മനസ്സിലാവും, ഹിന്ദിക്കാര്, ബീഹാരികള്, ബംഗാളികള്, മറ്റുള്ള അന്യ സ്റ്റേറ്റിൽ നിന്ന് പല ആളുകളും നമ്മുടെ കേരള സ്റ്റേറ്റിലേക്ക് വന്ന് ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ നമ്മളെ അതിഥികളാണ്. അപ്പൊ ആ ഒരു അവസ്ഥയിൽ, ആ ഒരു സാഹചര്യത്തിൽ ഇന്ന് നമ്മുടെ കേരളത്തിലുള്ള പല മലയാളികൾക്കും ഹിന്ദി അറിയാം. മനസ്സിലായില്ലേ? ഹിന്ദി അറിയാത്ത ഒരു മലയാളിയും ഇല്ല, കുറവാണ്. ചെറിയ ചെറിയ കുട്ടിക്ക് പോലും ഹിന്ദി തുമാര നാം ക്യാ ഹേ എന്ന് ചോദിക്കാൻ പോലും അറിയുന്ന കാലമാണ്. അപ്പോ ഞാൻ ഇൻഷാ അല്ലാഹ് വളരെ 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 സാധാ നാടൻ ഭാഷയിൽ, നാടൻ രൂപത്തിൽ, മനസ്സിലാക്കാവുന്ന രൂപത്തിൽ ഇൻഷാ അല്ലാഹ്, എന്നെ കൊണ്ട് കഴിയാവുന്ന രൂപത്തിൽ ഇൻഷാ അല്ലാഹ് അതിൻ്റെ ചെറിയ ചെറിയ കണ്ടന്റുകളും ഒക്കെയായി ഞാനത് എങ്ങനെ മറ്റുള്ളവരിലൂടെ നമുക്ക് സംസാരിച്ച് പരിശീലിക്കാം. നമ്മളിപ്പോൾ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ, നിന്റെ പേരെന്താണ്, നിന്റെ നാടെവിടെയാണ്, നിന്റെ സ്ഥലം എവിടെയാണ്, നീ എവിടെയാണ് ജനിച്ചത്, നിനക്ക് എത്ര വയസ്സായി, നിന്റെ കല്യാണം കഴിഞ്ഞോ, നിന്റെ ഉപ്പാന്റെ പേരെന്താണ്, ഉമ്മാന്റെ പേരെന്താണ്, നിനക്ക് എത്ര മക്കളുണ്ട്,
ഒരുപാട്, നീ ഏത് സ്ഥാപനത്തിലാണ് പഠിച്ചത്, നിന്റെ ബിരുദം എന്താണ്, നിന്റെ കോഴ്സ് എന്താണ്, നീ ഏതുവരെ പഠിച്ചു, നിനക്കെന്താണ് ജോലി, ഇങ്ങനെ പല ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമായി ഉറുദു നമുക്ക് വളരെ ഈസിയായി പഠിക്കാം. ഇത് പഠിക്കൽ കൊണ്ടുള്ള ഉപകാരം എന്ന് വെച്ചാൽ ഹിന്ദിയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഉറുദു അറബിയോട് സാദൃശ്യമാണ്, പക്ഷെ ഉറുദു പഠിച്ചു കഴിഞ്ഞാലുള്ള നേട്ടം അത് ഹിന്ദിയും അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പഠിയും. കാരണം എന്തെന്ന് വെച്ചാൽ ഉറുദുവില് 55% ഹിന്ദി വാക്യങ്ങളാണ്, ഹിന്ദി ഭാഷയും 55% ഉറുദുവിൽ ഉണ്ട് എന്നാണ് മഹാന്മാർ പറയുന്നത്. അതുപോലെ തന്നെ അറബി, പേർഷ്യൻ, തുർക്കി ഭാഷകൾ അറിയുന്ന സൂഫി വര്യന്മാർ ഭാരത ജനതയിൽ ഇസ്ലാമിക സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുവാൻ സംസ്കൃതത്തോടൊപ്പം മറ്റു ഭാഷകളും സ്വന്തമാക്കി. അങ്ങനെ 13-ാം നൂറ്റാണ്ടിൽ ഉത്തരേന്ത്യയിൽ ഉണ്ടായ നിരവധി ഭാഷകളുടെ കൂടിച്ചേരലിലൂടെ ഒരു പുതിയ ഭാഷ ജനിക്കുകയായിരുന്നു. അഥവാ ഹിന്ദി എന്ന് അറിയപ്പെടുന്ന ഈ നവഭാഷ പേർഷ്യനോട് വളരെ കടപ്പെട്ടിരുന്നു. മുസ്ലിം സൈന്യത്തോടൊപ്പം ദക്ഷിണേന്ത്യയിലെത്തിയ ഹിന്ദുവി ഭാഷയെ ചക്രവർത്തിമാരും സൂഫിവര്യന്മാരും താലോലിച്ച് ദക്കിനി എന്ന പേര് വിളിച്ച അവർ അതിന് ഭരണഭാഷ പദവി കൂടി നൽകിയതോടെ പ്രസ്തുത ഭാഷ അതിവേഗം വളർന്നു. അക്കാലത്ത് ദക്ഷിണേന്ത്യയിൽ ധാരാളം കാവ്യ സാഹിത്യ രചനകൾ നടന്നതായി ചരിത്രത്തിൽ കാണാം. മുഗൾ ചക്രവർത്തി ഷാജഹാന്റെ ഭരണകാലത്ത് ഡൽഹിക്ക് വീണ്ടും തലസ്ഥാനം പദവി ലഭിച്ചു. പേർഷ്യൻ ഗണ്ഡിബോലിയും ചേർന്നുണ്ടായ ഭാഷ തുടക്കത്തിൽ റിക്ത എന്ന വിളിക്കപ്പെട്ടിരുന്നെങ്കിലും ഉറുദു എന്ന പേരിലാണ് പിന്നീട് അറിയപ്പെട്ടത്. ഉറുദു, ദക്കിനി എന്നിവ ഒരേ ഭാഷയുടെ 2 രൂപങ്ങളാണ്. എന്നാൽ ദക്ഷിണേന്ത്യൻ മുസ്ലിം ചക്രവർത്തിമാരുടെ ഭരണം നാമവിശേഷമാവുകയും ഡൽഹി ഭരണ സാംസ്കാരിക കേന്ദ്രവുമാക്കുകയും ചെയ്തതോടെ ദക്കിനിയുടെ പ്രതാപം ക്ഷയിക്കുകയും ഉറുദുവിന് കാവ്യ സാഹിത്യ ഭാഷ എന്ന അംഗീകാരം ലഭിക്കുകയും ചെയ്തു. 13-ാം നൂറ്റാണ്ടിൽ ഭാരതത്തിൽ പ്രചരിച്ച വിദേശ പ്രാദേശിക ഭാഷകളുടെ സങ്കര സൃഷ്ടിയാണ് ഉറുദു. സൈനിക താവളം, സൈനിക ഭാഷ എന്നീ അർത്ഥങ്ങളുള്ള തുർക്കി ഭാഷയിലെ പദമാണ് ഉറുദു. എങ്ങനെ? സൈനിക ഭാഷയിൽ, സൈനിക ഭാഷ, അതുപോലെ സൈനിക താവളം എന്നീ അർത്ഥമുള്ള തുർക്കി ഭാഷയിലെ ഒരു പദമാണ് ഉറുദു. ഭാരതീയ ഭാഷകളുടെ വൈകാരണമുള്ള ഉറുദുവിന്റെ 35 അക്ഷരങ്ങളിൽ, ശ്രദ്ധിച്ച് കേൾക്കണേ, ഇതാണ് ശ്രദ്ധിച്ച് കേൾക്കേണ്ടത്, ഉറുദുവിന്റെ 35 അക്ഷരങ്ങളിൽ 28 അറബി ഭാഷയിലുള്ളതാണ്. അപ്പോൾ എന്താ മനസ്സിലായത്? ഉറുദുവില് 35 അക്ഷരങ്ങളുണ്ട്, അതിൽ 28 അക്ഷരങ്ങളും അറബി ഭാഷയിലുള്ളതാണ്. അതുപോലെ തന്നെ പേർഷ്യനിലെ 4 അക്ഷരങ്ങൾ കൂടി മാറ്റി നിർത്തിയാൽ ഉറുദുവിൻ്റെതായി 3 അക്ഷരങ്ങൾ മാത്രം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അറബി 28 അക്ഷരം, അതിൻ്റെ കൂടെ പേർഷ്യൻ 4 അക്ഷരം, അപ്പൊ എത്രയായി? 32. പിന്നെ ബാക്കി ഉറുദുവിൽ ആകെ ഉറുദു അക്ഷരങ്ങൾ പറയാൻ വേണ്ടി പറയുന്ന അക്ഷരങ്ങൾ ആകെ 3 എണ്ണം മാത്രമേ ഉള്ളൂ. അപ്പൊ 35 അക്ഷരങ്ങൾ അല്ലെ? എന്താ അല്ലെ എൻ്റെ കുരി? അപ്പൊ അറബിയാണ് മെയിൻ. അറബിയിലുള്ള ഏകദേശം വാക്കുകളും വചനങ്ങളും ഉറുദുവിലുണ്ട്. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് ഉറുദു ഒരു ഭാഷയല്ല, അത് പിടിച്ചെടുക്കപ്പെട്ട ഒരു ഭാഷയാണ്. ഇപ്പോ നമ്മൾ കേരളം വിട്ടാല് ആന്ധ്രയില്, ഹൈദരാബാദില്, മുംബൈ, കർണാടക, തമിഴ്നാട്, ബാംഗ്ലൂര്, മൈസൂര് ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ മുസ്ലിങ്ങൾ പറയുന്ന ഭാഷ ഉറുദു ആണ്. തമിഴ്നാട്ടില്
അപ്പൊ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഉറുദു ആണ് ധാരാളം പറഞ്ഞു വരാറുള്ളത്. ഇപ്പോ തമിഴ്നാട് തമിഴാണ് മാതൃഭാഷ, കർണാടകയിൽ കന്നഡയാണ് മാതൃഭാഷ, ആന്ധ്രയിൽ തെലങ്കാന ആന്ധ്ര, അവിടെ തെലുങ്കുവാണ് മാതൃഭാഷ. മനസ്സിലായില്ലേ? അപ്പോൾ ഓരോ സ്റ്റേറ്റിലും അവിടെ മാതൃഭാഷ ഉണ്ടാവും. കേരളത്തിൽ മലയാളം, പക്ഷെ ഇവിടെ ഹിന്ദി പറയുന്നവരില്ലേ, അറബി പറയുന്നവരുണ്ട്, ഇംഗ്ലീഷ് പറയുന്നവരുണ്ട്. അപ്പോൾ ഓരോ സ്റ്റേറ്റിനും ഓരോ മാതൃഭാഷയുണ്ടല്ലോ. പക്ഷെ പല സ്റ്റേറ്റുകളിലും മുസ്ലിങ്ങളുടെ ഭാഷയാണ് ഉറുദു എന്ന് പറയപ്പെടുന്നു. അള്ളാഹു മനസ്സിലാക്കി തരട്ടെ. പിന്നെ ദേശീയ ഐക്യത്തിന്റെയും മതേതരത്വത്തിന്റെയും ഉജ്ജ്വല പ്രതീകമായ ഉറുദു ഭാഷ ഭാരത മണ്ണിൽ ജനിച്ചു വളർന്ന ഒരു അന്താരാഷ്ട്ര ഭാഷയാണ്. ശ്രവണ മധുരവും ലളിത സുന്ദരവുമായ ഉറുദു ഒരു ജീവൽ ഭാഷയായി നിലനിൽക്കുന്നു. ഉറുദു ഭാഷയിൽ രചിക്കപ്പെടുന്ന ഹിന്ദി സിനിമാ ഗാനങ്ങൾ, ഗസലുകൾ തുടങ്ങിയ ഖവാലികൾ, നാത്തെ ഷരീഫുകൾ ഏറെ മനം കവരുകയാണ്. പഠിക്കാനും പ്രയോഗിക്കാനും എളുപ്പമായതിനാൽ ഉറുദു അതിവേഗം ജനങ്ങളെ ആകർഷിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഭാരത ജനത സംസാരിക്കുന്ന ഏറ്റവും വലിയ രണ്ടാം ഭാഷയായി ഉറുദു മാറിയത്. അപ്പോൾ ഉറുദുവിന് സ്ഥാനമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഉറുദുവിന് സ്ഥാനമുണ്ട് അല്ലെ? ഇന്ത്യയിലെ ഒരു ഭാഷയാണ് ഹിന്ദുസ്ഥാൻ ഹമാര അല്ലെ? അപ്പൊ ഹിന്ദി ആണ് പ്രധാനമായിട്ടും ഈ ലോകത്തുടനീളം നമുക്ക് എവിടെ പോയാലും ഉപകാരപ്പെടുന്ന ഒരു ഭാഷ ഹിന്ദിയാണല്ലോ. അപ്പൊ നമുക്ക് ഉറുദു പഠിച്ചു കഴിഞ്ഞാലും ഹിന്ദി നമുക്ക് വളരെ ഈസിയായി സംസാരിക്കാം. ഇൻഷാ അല്ലാഹു തആല ഇതൊരു തുടക്കം മാത്രമാണ്. തുടക്കമായത് കൊണ്ടാണ് കുറച്ച് ലോങ് ആയ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് സമർപ്പിക്കുന്നത്. പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെല്ലാം വിട്ടുപുറത്തു മാപ്പാക്കി തരട്ടെ. ഇൻഷാ അല്ലാഹു തആല നമുക്ക് സാവകാശം ഉറുദുവുമായി ബന്ധപ്പെട്ട അക്ഷരങ്ങൾ, അതുമായി ബന്ധപ്പെട്ട വാക്യങ്ങൾ എങ്ങനെ സംസാരിച്ച് പഠിക്കാം, ഒരാളെ കാണുമ്പോൾ എന്ത് പറയണം, എന്ത് പറയണ്ട, നമ്മൾ സാധാരണ മലയാളം സംസാരിക്കും പോലെ ഇൻഷാ അല്ലാഹ് നമുക്ക് ഉറുദുവും നല്ല റാഹത്തായി പഠിച്ച് മനസ്സിലാക്കി സംസാരിക്കാം. അള്ളാഹു നാഥൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.